അടുത്ത കാലത്തായി ഇംഗ്ലണ്ടിലെ മുസ്ലിം ജനസംഖ്യയിലുണ്ടായ വൻ വർധനവ് ഈ രാജ്യത്ത് മുസ്ലിങ്ങളോടുള്ള വിരോധം വർദ്ധിപ്പിക്കുവാൻ കാരണമായിട്ടുണ്ട്. ഇപ്പോൾ UK-യിൽ മൊത്തം 44 ലക്ഷത്തോളം മുസ്ലിങ്ങളുണ്ട്. രാജ്യത്തിൻ്റെ ജനസംഖ്യയുടെ 6% ഇപ്പോൾ മുസ്ലിങ്ങളാണ്. കൂടുതൽ മുസ്ലിങ്ങളും ലണ്ടൻ നഗരത്തിലാണ് തിങ്ങിപ്പാർക്കുന്നത്. ഒരു വർഷം 5000-ലധികം ബ്രിട്ടീഷുകാർ ഇസ്ലാം മതം സ്വീകരിക്കുന്നുമുണ്ട്. ഇത്തരം കാരണങ്ങൾ കൊണ്ട് മുസ്ലിങ്ങൾക്കെതിരായ ഒരു വികാരം UK-യിൽ പരക്കെ പ്രചരിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, മുസ്ലിങ്ങൾ കൂടുതൽ രാഷ്ട്രീയ അധികാരം കൈക്കലാക്കുന്നുവെന്നും ഇംഗ്ലീഷുകാർക്കിടയിൽ പരാതിയുണ്ട്. യൂറോപ്യൻ യൂണിയനിലെ ഇംഗ്ലണ്ടിന്റെ അംബാസിഡർ വാക്കർ അസ്മി തുടങ്ങിയ പ്രമുഖർ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. ലണ്ടൻ നഗരത്തിന്റെ മേയർ സാദിഖ് ഖാൻ ഒരു മുസ്ലിമാണ്. അതുപോലെ സ്കോട്ട്ലൻഡിലെ മുഖ്യമന്ത്രി ഹംസ യൂസഫും മുസ്ലിം വംശജനാണ്. ഭരണകക്ഷിയായ വലതുപക്ഷ കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവും പ്രഭുസഭയിലെ അംഗവുമായ സയ്യിദ വാർസിയും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയക്കാരിയാണ്. ഇത്തരത്തിൽ വലതുപക്ഷത്തിലും ഇടതുപക്ഷത്തിലും വമ്പിച്ച സ്വാധീനം ചെലുത്തി മുസ്ലിങ്ങൾ UK-യുടെ സമൂഹത്തിൽ ഒരു വമ്പിച്ച രാഷ്ട്രീയ ശക്തിയായി മാറിയത് ബ്രിട്ടീഷുകാരെ അമ്പരപ്പിക്കുകയും അലോസരപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 7 വർഷം മുമ്പ് ചാത്തം ഹൗസ് കമ്പനി നടത്തിയ ഒരു അഭിപ്രായ വോട്ടെടുപ്പിൽ 47% UK നിവാസികളും കൂടുതൽ മുസ്ലിങ്ങൾ ഈ രാജ്യത്തിലേക്ക് കുടിയേറുന്നത് ആശാസ്യകരമല്ല എന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മുസ്ലിങ്ങളെ ഇഷ്ടമല്ല എന്ന അഭിപ്രായം ഇപ്പോൾ 18% ബ്രിട്ടീഷുകാർ പ്രകടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാരിൽ പലരും ഇപ്പോൾ വിശ്വസിക്കുന്നത് തങ്ങളുടെ നാട്ടിലെ ജീവിത സാഹചര്യങ്ങളും സംസ്കാരവും മുസ്ലിങ്ങൾ നശിപ്പിക്കുമെന്നാണ്. പ്രത്യേകിച്ചും മുസ്ലിങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ കുറ്റകൃത്യങ്ങൾ കൂടുതലായതുകൊണ്ടും പോലീസിന് പലപ്പോഴും ആ പ്രദേശങ്ങളിൽ ഫലപ്രദമായി ഇടപെടാൻ അനുവദിക്കാത്തതും ബ്രിട്ടീഷുകാരുടെ വമ്പിച്ച പ്രതിഷേധം വിളിച്ചു വരുത്തിയിട്ടുണ്ട്. രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്ക് ഒരു ഭീഷണിയാണ് മുസ്ലിങ്ങളെന്ന് ഭരണകക്ഷിയായ കൺസർവേറ്റീവ് പാർട്ടി വിശ്വസിക്കുമ്പോൾ മുസ്ലിങ്ങളുമായി കൂടുതൽ യോജിച്ചു പോകണമെന്ന് പ്രതിപക്ഷ പാർട്ടിയായ ലേബർ പാർട്ടി അഭിപ്രായപ്പെടുന്നു. മുസ്ലിങ്ങൾ കൂടുതലും വോട്ട് ചെയ്യുന്നത് ലേബർ പാർട്ടിക്കായതുകൊണ്ട് മുസ്ലിങ്ങളെ പരമാവധി അഡ്ജസ്റ്റ് ചെയ്യണമെന്നുള്ള അഭിപ്രായമാണ് ലേബർ പാർട്ടി എപ്പോഴും എടുക്കാറുള്ളത്. അടുത്ത കാലത്തായി മുസ്ലിങ്ങളുടെ നേരെയുള്ള ആക്രമണങ്ങളും മുസ്ലിം പള്ളികളുടെ നേരെയുള്ള ആക്രമണങ്ങളും ഇംഗ്ലണ്ടിൽ വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ടുകൾ കാണിക്കുന്നു. മുസ്ലിങ്ങളുടെ മക്ബറകൾ പോലും ആക്രമിക്കുന്ന വാർത്തകൾ ഇംഗ്ലണ്ടിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇംഗ്ലണ്ടിലെ ജയിലുകളിലാണെങ്കിൽ മുസ്ലിങ്ങൾ കൊണ്ടുപിടിച്ച മതപരിവർത്തന ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. 14,000-ഓളം മുസ്ലിങ്ങൾ പല ജയിലുകളിലായി കഴിയുന്നുണ്ട്. അതിന് കാരണം അറേബ്യൻ രാജ്യങ്ങളിൽ വരുന്ന മുസ്ലിങ്ങൾ യൂറോപ്പിലെ സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് കൾച്ചറുമായി അഡ്ജസ്റ്റ് ചെയ്യാതെ എപ്പോഴും സമരം ചെയ്യുന്ന ഏഷ്യൻ സംസ്കാരം ഇംഗ്ലണ്ടിലും തുടർന്ന് ഉയർത്തിപ്പിടിക്കുന്നതുകൊണ്ടാണ്. പലപ്പോഴും മുസ്ലിങ്ങൾ പോലീസുമായി സംഘർഷത്തിലാവുകയും ജഡ്ജിമാർ കർക്കശമായ നിലപാടുകൾ എടുക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് 14,000-ഓളം മുസ്ലിങ്ങൾ ജയിലുകളിൽ കഴിയുന്നത്. പല ജയിലുകളിലും മറ്റു മതങ്ങളിൽപ്പെട്ടവരെ ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതായി മുസ്ലിങ്ങളെക്കുറിച്ച് പരാതിയുണ്ട്. ജയിലുകളിലെ ഗുണ്ടാ സംഘങ്ങൾ കൺവേർട്ട് ഓർ ഗെറ്റ് ഹേർട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് മറ്റു തടവുകാരെ ഭീഷണിപ്പെടുത്തി ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നത്. ഇത്തരത്തിൽ 30%-ഓളം തടവുകാരെ ഇസ്ലാം മതത്തിലേക്ക് മതം മാറ്റുവാൻ സാധിച്ചിട്ടുണ്ടെന്ന് ചീഫ് ഇൻസ്പെക്ടർ ഓഫ് പ്രിസൺസ് എടുത്തു കാണിക്കുന്നു. എങ്കിലും മറ്റ് മതങ്ങളിൽ നിന്ന് മതം മാറി വരുന്ന വ്യക്തികൾക്ക് മുസ്ലിം സമൂഹത്തിൽ തുല്യമായ പദവി ലഭിക്കുന്നില്ല എന്നും അഭിപ്രായമുണ്ട്. പല പള്ളികളും തറവാട്ടുകാരായ ഒറിജിനൽ മുസ്ലിങ്ങളുടെ ഭരണത്തിലായതുകൊണ്ട് പുതുതായി വരുന്ന മുസ്ലിങ്ങൾക്ക് പ്രത്യേകം പള്ളികൾ ഉണ്ടാക്കേണ്ട അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. 25,000-ഓളം ഇസ്ലാമിക തീവ്രവാദികൾ ഇംഗ്ലണ്ടിൽ താമസിക്കുന്നതായി പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ രേഖകളിൽ കാണുന്നു. ഇവരിൽ 3000-ഓളം പേർ കടുത്ത തീവ്രവാദികളാണെന്നും അവരെ രഹസ്യ പോലീസ് നിരീക്ഷിച്ചു വരികയാണെന്നും പോലീസ് റെക്കോർഡുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ഇംഗ്ലണ്ടിൽ കർക്കശമായ നിയമങ്ങളുള്ളതുകൊണ്ടും ജനാധിപത്യ രീതിയിൽ കാര്യങ്ങൾ നടത്തുന്നതുകൊണ്ടും തീവ്രവാദികളെ പുറത്താക്കുവാൻ നിയമം അനുവദിക്കുന്നില്ല. ഇഷ്യൂ ബേസ്ഡായി മാത്രമേ ഗവൺമെന്റിന് നടപടികൾ എടുക്കാൻ പറ്റുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്യുവാനും നാടുകടത്തുവാനും പറ്റുകയുള്ളൂ.
സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ ഇംഗ്ലണ്ടിൽ ഇസ്ലാമിക തീവ്രവാദം വളർത്തുന്നുവെന്ന് ബ്രിട്ടീഷ് പത്രങ്ങൾ നിരന്തരമായി ആരോപിക്കുന്നുണ്ട്. എങ്കിലും ഇക്കാര്യത്തിൽ ശക്തമായ ഒരു നിലപാടെടുക്കുവാൻ ഭരണപക്ഷിയായ കൺസർവേറ്റീവ് പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. പ്രതിപക്ഷത്തുള്ള ലേബർ പാർട്ടിയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ കുറെ കൂടി മൃദുവായ സമീപനം വെച്ചു പുലർത്തുകയും മുസ്ലിങ്ങളുടെ വോട്ട് ബാങ്കുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയുമാണ് ചെയ്യുന്നത്. ഇംഗ്ലണ്ടിലെ മിക്കവാറും എല്ലാ പള്ളികളും സൗദി അറേബ്യയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു പരമാർത്ഥമാണ്. 110ഓളം മുസ്ലിം പള്ളികൾ വഹാബി സലഫി രീതിയിലുള്ള മുസ്ലിങ്ങളുടെ കൈവശമാണെന്ന് കണക്കുകൾ കാണിക്കുന്നു. സിറിയയിൽ ആഭ്യന്തര യുദ്ധം ഉണ്ടായപ്പോൾ 1500ഓളം ബ്രിട്ടീഷ് മുസ്ലിങ്ങൾ അവിടേക്ക് യാത്ര ചെയ്യുകയും ജിഹാദികളായി മാറുകയും ചെയ്തു. അവരിൽ പലരും സിറിയയിൽ വെച്ച് കൊല്ലപ്പെട്ടു. മുസ്ലിങ്ങൾക്ക് കൂടുതൽ കൂറ് മതത്തോടും രണ്ടാം സ്ഥാനം രാജ്യത്തോടുമാണെന്ന് ബ്രിട്ടീഷുകാർ ആരോപിക്കുന്നു. അഭിപ്രായ സർവേകളിൽ 81% മുസ്ലിങ്ങളും ആദ്യം ഇസ്ലാം മതത്തിനും പിന്നീട് രാജ്യത്തിനും കൂറ് പുലർത്തുമെന്ന് അഭിപ്രായം പ്രകടിപ്പിച്ചത് ബ്രിട്ടീഷുകാരെ അമ്പരപ്പിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങളിൽ 28%മെങ്കിലും താമസിയാതെ ഇംഗ്ലണ്ട് ഒരു ഇസ്ലാമിക രാജ്യമാകും എന്ന അഭിപ്രായം വെച്ചു പുലർത്തുന്നവരാണ്. എന്നാൽ ഭൂരിഭാഗം മുസ്ലിങ്ങളും ഇത്തരത്തിലുള്ള മൂഢസ്വപ്നങ്ങളിൽ വിശ്വസിക്കുന്നില്ല. ഇംഗ്ലണ്ടിലുള്ള മുസ്ലിങ്ങളിൽ കൂടുതലും ഇന്ത്യക്കാരും പാകിസ്ഥാനികളും ബംഗ്ലാദേശികളുമാണ്. കുറെ കൂടി ചെറിയ എണ്ണത്തിലാണ് തുർക്കിക്കാരും അറബികളും സോമാലിയക്കാരുമുള്ളത്. 100,000-ഓളം ബ്രിട്ടീഷുകാർ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ 20 വർഷത്തിനിടയ്ക്ക് മുസ്ലിങ്ങളുടെ ജനസംഖ്യയിൽ 10 ഇരട്ടിയിലധികം വർധനവുണ്ടായിട്ടുണ്ടെന്ന് ഗവൺമെന്റിന്റെ കണക്കുകൾ കാണിക്കുന്നു. എങ്കിലും മുസ്ലിങ്ങൾ സാമ്പത്തികമായി ഇംഗ്ലണ്ടിൽ അത്ര അഭിവൃദ്ധി പ്രാപിച്ചിട്ടില്ല. ഏറ്റവും കുറഞ്ഞ ദിവസക്കൂലി ലഭിക്കുന്നവരും ഏറ്റവും കുറഞ്ഞ സമ്പത്തുള്ളവരും മുസ്ലിങ്ങളാണെന്ന് കണക്കുകൾ കാണിക്കുന്നു. എന്ന് മാത്രമല്ല, മുസ്ലിം സ്ത്രീകൾ 24% മാത്രമേ ജോലിക്ക് പോകുന്നുള്ളൂ. ബാക്കിയുള്ളവർ ഹൗസ് വൈഫായി ഒതുങ്ങിക്കഴിയുന്നു. മുസ്ലിങ്ങളുടെ സാമ്പത്തികാവസ്ഥ പുറകോട്ട് പോകുവാൻ ഇതും ഒരു കാരണമായിട്ടുണ്ട്. മുസ്ലിങ്ങൾക്കിടയിൽ 18% ആളുകൾക്ക് മാത്രമേ സർവകലാശാല ബിരുദമുള്ളൂ. അതുകൊണ്ട് ശമ്പളം കുറഞ്ഞ ജോലികളാണ് ഭൂരിഭാഗം മുസ്ലിങ്ങളും സ്വീകരിക്കുന്നത്. 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് അപ്പുറം യോഗ്യതയുള്ള മുസ്ലിങ്ങൾ വളരെ കുറവാണ് ഇംഗ്ലണ്ടിൽ. അതുകൊണ്ട് കുറഞ്ഞ ശമ്പളമുള്ളവരും ചേരിപ്രദേശങ്ങളിൽ ജീവിക്കുന്നവരുമാണ് ഇംഗ്ലണ്ടിലെ ഭൂരിഭാഗം മുസ്ലിങ്ങളും. ഇംഗ്ലണ്ടിലെ കോടീശ്വരന്മാരിൽ 10,000 പേർ മാത്രമാണ് മുസ്ലിങ്ങൾ. 13,000 ബിസിനസ്സുകൾ മുസ്ലിങ്ങൾ നടത്തുന്നുണ്ട്. ഏകദേശം 70,000 ആളുകൾക്ക് മുസ്ലിം സ്ഥാപനങ്ങൾ ജോലി കൊടുക്കുന്നു. രാഷ്ട്രീയത്തിൽ ഉയർന്ന സ്വാധീനമുള്ളതുകൊണ്ട് 19ഓളം പാർലമെന്റ് മെമ്പർമാർ മുസ്ലിങ്ങൾക്കുണ്ട്. അതിനു പുറമെ ഇംഗ്ലണ്ടിലെ അധോസഭയായ പ്രഭുസഭയിൽ വേറെയും 19 പാർലമെന്റ് മെമ്പർമാരുണ്ട്. മുസ്ലിങ്ങൾ കൂടുതലായി വോട്ട് ചെയ്യുന്നത് ലേബർ പാർട്ടിക്കാണെങ്കിലും ഭരണകക്ഷിയായ കൺസർവേറ്റീവ് പാർട്ടിയിലും മുസ്ലിങ്ങൾക്ക് ഉയർന്ന സ്വാധീനമുണ്ട്. സ്വന്തമായി ടെലിവിഷൻ ചാനലുകൾ നടത്തി മുസ്ലിം വ്യക്തിത്വവും മുസ്ലിം സംസ്കാരവും പ്രചരിപ്പിക്കുവാനും ഈ സമുദായത്തിന് സാധിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് മുസ്ലിങ്ങളുടെ അറിയപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളാണ് ബ്രിട്ടീഷ് മുസ്ലിം TV, ഉമ്മ ചാനൽ, അഹ്ലെ ബെയ്ത്ത് ടെലിവിഷൻ, ഫദാഖ് ചാനൽ എന്നിവ.